become സത്യം പറഞ്ഞാൽ it's going to be the most loved violent movie in മലയാളം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓരോ സെക്കൻഡും വാട്ട് നെക്സ്റ്റ് എന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ല, എന്തായാലും എല്ലാവരും ഇങ്ങനെ പേടിച്ചു, അയ്യോ വയലൻസ് ആയിരിക്കും എന്തായിരിക്കും, ഞങ്ങൾക്ക് അയ്യോ പേടിയാവും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ പേടിക്ക് ഒരു സുഖമുണ്ട്. ബിക്കോസ് നമുക്ക് ആ ഫാമിലി സെന്റിമെന്റ്സ് വർക്കൗട്ട് ആകുമ്പോൾ. പ്രഭത, ഞാൻ ഇവൻറ്റ്സ് ആണ് ചെയ്യുന്നത്, ദുബായിലാണ്. സോ ദുബായിൽ മോസ്റ്റ്ലി സെലിബ്രിറ്റി ഇവൻറ്റ്സ്, TV ഷോസ് എല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു പടത്തിൽ മാർക്കോ എന്ന് പറഞ്ഞ മൂവിയിലൊരു റോൾ ചെയ്യാൻ സാധിച്ചു ഡോക്ടറായിട്ട്. സോ ആ ഒരു റോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു മാസ് പ്രോജക്റ്റിൽ നമ്മളൊരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലറിയാം ദാറ്റ് ഇതൊരു ഫുൾ വയലൻറ്റ് ജോണറിൽ എല്ലാവരും അംഗീകരിക്കാൻ പോകുന്ന മലയാളത്തിലൊരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അറിഞ്ഞിട്ട് പോലും തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തിരുന്നത് അതിലും കവച്ചു വെച്ച രീതിയിലുള്ള പെർഫോമൻസസ് ആയിരുന്നു എല്ലാവരും. ബിക്കോസ് ഞാൻ ഷൂട്ട് പോയ കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഐ സോ ഹൗ ദ ട്രാൻസ്ഫർമേഷൻ, ഹൗ മച്ച് ഉണ്ണി ഹാഡ് പുട്ട് ദാറ്റ് എഫേർട്ട്. ഉണ്ണി മാത്രമല്ല, അതിലെല്ലാവരും, ഈവൻ ഷെരീഫൊക്കെ ആണെങ്കിലും ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അതിനുവേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹനീഫ് സാറ്, അങ്ങനെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് മാർക്കോ ഇന്ന് നിൽക്കുന്നത്. സോ ഹാപ്പി. എന്തായാലും ഓരോ സീന് ഞാൻ സത്യം പറഞ്ഞാൽ വിസിലടിക്കാൻ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എണീറ്റെന്ന് വിസിലടിക്കാൻ ശരിക്കും അയ്യോ ഫുൾ ഓൺ ബോഡി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടുകൂടെ ബ്രോ? ഇത്രയും നല്ലൊരു ബോഡി മലയാളം ഹീറോ അഭിമാനല്ലേ? അങ്ങനെ നമ്മൾ ഇതിനൊരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ് ചിന്തിക്കണ്ടല്ലോ ബ്രോ. അതെല്ലാം തട്ടിക്കളഞ്ഞ് അതിപ്പോ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോ അത് എന്നാണെങ്കിലും അംഗീകരിക്കപ്പെടും എല്ലാ മേഖലയിലും. അത് ഇത് തെളിയിച്ചു. കാരണം മാർക്കോ ഇനി പിടിച്ച കിടത്തി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ വളരെ പോസിറ്റിവിറ്റിയോട് കൂടി ഒരു പടം ജനങ്ങളിലേക്ക് ഇറക്കി നമ്മളൊരു വയലന്റ് ജോണർ കാണിക്കുമ്പോൾ അതിനോട് ഫുൾ ഓൺ ജസ്റ്റിസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ണ് പൊത്തിയത് കാരണം വെച്ചാൽ ഒരു സീനുണ്ട് എന്റെ എല്ലാരും ഫ്രഷ് ആയിട്ട് കാണട്ടെ. കട്ടക്കാണ് നമുക്ക് നമ്മള് തലവര് നമ്മള് തല വെട്ടുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ ആസിഡ് മുക്കിക്കൊണ്ട് ജയിലറൊക്കെ കണ്ടപ്പോഴൊക്കെ നമ്മളൊക്കെ എണീറ്റ് മലയാളികളാണ് സത്യം പറഞ്ഞാൽ തമിഴ് ആൾക്കാരെക്കാളും കൂടുതൽ നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അതിനെ വരവേറ്റത് അല്ലേ? തമിഴ് ഓഡിയൻസിനെക്കാളും കൂടുതൽ മാസ് പടങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെയാണ് എണീറ്റ് നിന്ന് കൈയടിക്കാറ്, വിസിലടിക്കാറ്. നമ്മുടെ മലയാളികൾക്കും വേണ്ടേ അങ്ങനെ ഒരു പടം ബെഞ്ച് മാർക്ക്. അതാണ് മാർക്കോ. നമ്മള് കാണുന്ന നടന്മാരത് ജിമ്മല്ല, പക്ഷെ ഈ ഒരു ജോണറിന് അത് വേണ്ടേ? നമ്മുടെ എല്ലാ ജോണറിനും നമുക്ക് ജിം വേണ്ടി വരില്ല, പക്ഷെ ഈ ഒരു ജോണറിന് ഇത് മസ്റ്റാണ്. ഈ ഒരു സ്വാഗിന് നമുക്ക് അത് ആവശ്യമാണ്. സോ ഈ ഒരു ജോണറിന് ബേസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ അതിനോട് ഫുൾ ഓൺ ജസ്റ്റിസ് എല്ലാരും കീപ്പ് ചെയ്തിട്ടുണ്ട്. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് കാണാറില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പണ്ട് ജോക്കർ സിനിമ നിഷാന്താണ് ഇങ്ങനെ വന്നത്, ഇപ്പൊ എല്ലാരും ബോഡി കോൺഷ്യസ് ആണ്, എല്ലാവർക്കും ഉണ്ട് നല്ല ബോഡി. ബട്ട് ഈ ഒരു മൂവിയിൽ ഞാൻ പറയുകയാണെങ്കിൽ മലയാളം മൂവി നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ള വയലന്റ് ജോണർ, ബട്ട് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു സേ ഫാമിലി ഓഡിയൻസിനെയും കൂടി കേറ്റർ ചെയ്തിട്ട് ഫാമിലി ഓഡിയൻസിനുള്ള സെന്റിമെന്റ്സും കൂടി കണക്കിലെടുത്തുകൊണ്ട് എടുത്തേക്കണം വയലന്റ് മൂവി. അതാണ് എനിക്ക് കണക്ട് ആയി. ആ ഫാമിലി സെന്റിമെന്റ്സും ബോണ്ടിങ്ങും ആ ഒരു ഇതൊക്കെ എനിക്ക് കണക്ട് ആയി. കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ, എന്നാലും എനിക്ക് കണക്ട് ആയി. ഓരോ സീനും നമുക്ക് വിഷമം തോന്നും. ആ സീനനുസരിച്ച് നമുക്ക് തോന്നുന്നു ഇവർക്കൊക്കെ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ എന്താ അതെ, ഞാൻ ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ 1001 നുണകൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ദുബായിൽ വെച്ച് ഷൂട്ട് നടന്നുകൊണ്ട് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ മൂവീസ് ഒരുപാട് ചെയ്യുന്ന ആളൊന്നും അല്ല, എന്നാലും ഈ ഒരു ഗ്രാൻഡ് സ്കെയിൽ എന്നുള്ള ഒരു മൂവിയിൽ ഒരു പാർട്ട് കിട്ടിയതിൽ വെരി ഹാപ്പി. ഡോക്ടറിന്റെ കഥാപാത്രമാണ്. ആ ഒരു കുട്ടിയെ കൂടുതൽ പറയാൻ പറ്റില്ല. ഡോക്ടർ കഥാപാത്രം ദുബായില് ഷൂട്ട് നടക്കുന്ന ഒരു മൂവി. പക്ഷേ ഇപ്പം നാടും ദുബായി തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും വരാം. പിന്നെ അല്ല ഈവന്റ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഈവന്റ്സ് ചെയ്യുന്നുണ്ട്, ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്ത് ഗൾഫിലൊക്കെ അല്ലേ? കേരളത്തിൽ കുറവല്ല, കേരളത്തിലും ചെയ്യാറുണ്ട്, കൂടുതൽ ദുബായ് അല്ല UAE ബേസ്ഡ് ആണ്, അബുദാബി ദുബായ്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രിയ ഇനിയും നല്ല കഥാപാത്രം ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. പ്രിയ അങ്ങനെ ചോദിക്കാതെ, കാരണം ഒറിജിനൽ ഡോക്ടർ ആണോ? അല്ലല്ല, കണ്ട ഡോക്ടർ ലുക്ക് ഉണ്ടോ? എന്തായാലും അത് പറഞ്ഞു നന്നായി.
എന്തായാലും സന്തോഷം. എന്റെ നല്ല സ്മാർട്ടാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി ഒറിജിനൽ ഡോക്ടർ ആണോ എന്ന് സംശയം. അപ്പൊ അത് നന്നായി, അങ്ങനെ തോന്നിപ്പിച്ചല്ലോ എന്തായാലും. എന്താ പറയുക, അതൊരു ഒരു മനസ്സാണല്ലേ, അതെ 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 അതെ. ഒരു എളിമയുള്ള ഒരാള്. എളിമയായിട്ടല്ലേ നമ്മൾ കണ്ടപ്പോ തന്നെ എല്ലാരും അങ്ങനെയല്ലേ വേണ്ടത്. ഇവര് ഈ ചാനലുകാരനൊക്കെ ഓടി വരുന്നത് ഇവരൊക്കെ പ്രിയൊക്കെ അല്ലേ, ആ എളിമ കണ്ടോട്ടോ. അയ്യോടാ, അല്ല എല്ലാരും വന്നേ, കാരണം അതെ 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 തുടങ്ങുമ്പോൾ പുതിയ ഷൂട്ട് തുടങ്ങുമ്പോൾ അതെ അതെ അതെ. അത് ദുബായിൽ വെച്ച്. ദുബായിൽ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച് എല്ലാവരും കണ്ടതിൽ.